അല്ല ഗൈസ്, നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട്. കാരണം നമ്മളെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ ന്യൂബ് അക്കൗണ്ടിലാണ്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. നമ്മളെ ന്യൂബ് അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ഇപ്പം നമ്മളെ ഗോൾഡ് 102 നമ്മളിപ്പോൾ ഈ ഒരു ന്യൂബ് അക്കൗണ്ട് മൊത്തമായിട്ട് നമ്മൾ ഹീറോയ്ക്ക് അടിക്കുക അല്ലെങ്കിൽ മാസ്റ്റർ അടിക്കുക ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇത് എപ്പിസോഡ് 1 നമുക്ക് എപ്പിസോഡായിട്ട് ഇടാം. ഇങ്ങനെ ഗോൾഡിന് ഡയമണ്ട് അങ്ങനെ ഇടാം. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകും വിചാരിക്കുന്നത്. പിന്നെ മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. സബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സബ്ബൊക്കെ കുറവാണ്. നമുക്ക് ഈ ചലഞ്ച് തുടങ്ങാൻ തന്നെ നല്ല സപ്പോർട്ട് വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടാകത്തുള്ളൂ, മനസ്സിലായല്ലോ. അതില്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ ഫുൾ ഡൗൺ ആവും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുന്ന വിചാരിക്കുന്നത്. നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കളിയാണ് ഗൈസ്. അടിക്കണമെന്നുണ്ട്. പിന്നെ ഇതിലൊരു ചലഞ്ചിന് പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇതിൽ ഒരു കളി പോലും സോളോ വിസസ് സ്കോഡ് കളിക്കത്തില്ല. മൊത്തം 1 vs സ്കോഡ് എന്ന് വെച്ചാൽ സോളോ വിസസ് സ്കോഡ് ഗെയിം പ്ലേ നടക്കത്തുള്ളൂ ഇതിൽ. കാരണം നമ്മൾ അങ്ങനെയാണ് ചലഞ്ച് ഉണ്ടാക്കുന്നത്. ഫസ്റ്റിൽ നമ്മളൊരു കില്ലെടുത്തിട്ടുണ്ടാകുന്നത്. പിന്നെ അവൻ്റെ ടീമിനെ രണ്ടാമത്തവനെ ഡൗൺ ആക്കി. നമ്മൾക്ക് ഈ കളി അടിക്കണം എന്നാണ് നമ്മളൊരു ഇതിലിട്ടു. ഇത് അങ്ങനെ നമ്മൾ മൂന്നാമത്തവനും ഡൗൺ ആക്കി. ഞാൻ മരത്തെ ടീമിൽ ഒരാളും കൂടി ഉള്ളൂ. ഇവനും കൂടി ഫിനിഷ് ചെയ്യുക. What the fuck? അത് നമ്മൾ പുതിയിട്ടുണ്ട് കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ കളി എങ്ങനെയെങ്കിലും ഒക്കെ പോയി അടിക്കണം എന്നാണ് നമ്മളൊരു ഇതിൽ. മാക്സിമം ലൂട്ട് എടുത്തതിന് ശേഷം അടിക്കാൻ വിചാരിച്ചിട്ടാണ് നമുക്ക്. കാരണം ലൂട്ടില്ലാതെ പോയി ചാവാനാണെങ്കിൽ നമുക്ക് കളി എന്തായാലും മൈനസ് കിട്ടും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്ത് നമ്മളെ തൊട്ടടിയിൽ എനിമിയുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായാലും എനിമി നമ്മൾ തൊട്ടടിയിലുണ്ടെന്ന് ഉറപ്പായപ്പോൾ ഞാൻ ചാടുണ്ട്. കൂട്ടത്തിറ അയ്യോ ഇത് നമ്മളെ അപ്പം ഫസ്റ്റ് കില്ല് എന്തായാലും ഉറപ്പിച്ചു. പിന്നെ ഈ കളിക്കുന്ന കളിയിൽ നിങ്ങൾക്ക് മാക്സിമം കമൻറ്റ് ചെയ്യുക. ഓരോ ചലഞ്ച് എല്ലാം അറിയെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അങ്ങ് വരുന്ന ചലഞ്ച് നമുക്ക് കളിക്കാവുന്നതാണ്. ഫസ്റ്റിൽ നമ്മൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. കാര്യം ഇത് ബോട്ടാണോ ചോദിച്ചൊരു സംശയം കേട്ടോ. നമ്മൾ ഗോൾഡാണ്, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗോൾഡിൽ നിന്ന് ഇനി അങ്ങോട്ടുള്ള കളിയൊക്കെ ഇവിടെ ബോട്ട് ഇങ്ങനെ അടിക്കുന്നത്. എൻ്റെ പൊന്നെ ഈ ബോട്ട് എന്താ ഇങ്ങനെ അടിക്കുന്നത്? അത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അങ്ങോട്ടുള്ള കളിയിലാവും നല്ല നല്ല പ്ലേയേഴ്സ് വരാം. പക്ഷെ ഈ ഒരു ബോട്ട് അടി കണ്ടോ നിങ്ങൾ? ഇവിടെ നല്ല ലൈഫ് കുറച്ച് വെച്ചിട്ടുണ്ട് ബോട്ട്. നല്ല ബോട്ടൊക്കെ എങ്ങനെ അടിക്കുകയാണെങ്കിൽ എന്തായാലും ബാക്കിലൊരു എനിമിയാണ് മനസ്സിലായി. എന്തായാലും അവനെയും കൂടി ഇതാരാ രമണനോ അവനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നൈസായിട്ട് ഫിനിഷ് ചെയ്യുക. അതാ മണ്ടക്കെന്ന് അടിക്കുന്നുണ്ട് നമ്മളെ ഈ ചങ്ങായിമാർക്കൊന്നും വേറെ പണിയില്ലേ. നൈസായിട്ട് ഫുൾ റെഡ് അടിച്ചിട്ടുണ്ട്. ഏതാ ഫുൾ റെഡ്. അത് പിന്നെ സബ് ചെയ്ത് പറഞ്ഞിരിക്കണേ. ലൈക്ക് അടിക്കാം പറഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ സ്കെയിലറിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫുൾ റെഡ്. കാരണം കൊടുക്കത്തെ പറയാമല്ലോ. ഇപ്പോൾ നേരെ സ്കിന്ന് പോലും നല്ലില്ല. നമ്മൾ നൈസായിട്ട് സിപ്പ് എടുത്തിട്ട് പീക്കൊക്കെ എത്തിയിട്ടുണ്ട്. പീക്കിൽ എന്തായാലും എനിമീസ് ഉണ്ടാവും വിചാരിച്ചിട്ട്. കാരണം ഇവിടെ ക്ലോക്ക് ടവറിലൊന്നും അധികം എനിമീസ് ഒന്നുമില്ല. പീക്കിൽ എത്തിയൊക്കെ ഒരുത്തിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് റൗണ്ട് എടുത്തൊക്കെ ഒരുത്തൻ വന്ന്. ബൈ 1 ടഫ് ബൈ. ഏതോ സാധനം. നേരെ അവിടുന്ന് നല്ല ലൂട്ടൊക്കെ അമ്മമാരെന്ന് ലൂട്ടിയതിന് ശേഷം ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുത്തനെ കണ്ടിട്ടുണ്ടാകുന്നു. ഓക്കെ, നൈസായിട്ട് ഇവനെയും കൂടി അടിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഫിനിഷ് ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെയും വന്നല്ലേ. നമ്മൾ നൈസായിട്ട് 1 ടഫും കൂടി എടുത്തിട്ടുണ്ട്. അവനെ ഫിനിഷാക്കി. അവൻ്റെ നിന്നൊക്കെ ലൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിലൊരു എനിമി വന്നതെന്ന് പറഞ്ഞത്. പക്ഷെ ഇത്ര എടുത്താന്ന് വിചാരിച്ചില്ല. പിന്നെ ഇവള് തന്ന ഡാമേജ് എൻ്റെ പൊന്നെ ഞാൻ ചത്തെന്ന് വിചാരിച്ചു കേട്ടോ. ഇവളെ കാണും ചെയ്തില്ല. ഡാമും നന്ന് നൈസായിട്ട് മെഡ് അടിച്ചിട്ട് എന്ന് വെച്ചാൽ അവിടെ നല്ല ഡാം എന്നാണ്. അപ്പം നൈസായിട്ട് മെഡ് അടിച്ച് വെസ്റ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുത്തനെ വന്നിരിക്കുന്നു. ഞാൻ അവനെ അടിച്ചല്ല, സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാൻ അവനെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വെറുതെ പോയതാണ്. പിന്നെ നമ്മൾ ഗണ്ണൊന്നും അറിയാതെ ഉണ്ടില്ലാത്ത ഗണ്ണും വെച്ച് അടിക്കാൻ നോക്കി. നൈസായിട്ട് മൂഞ്ചിൻ്റെ ഓടുന്ന ഒരു ബാക്കിൽ നിന്ന് ഒരു കിടില മണ്ടാപ്പ് അടിച്ചിട്ടുണ്ട്. അവനെ നോക്കാക്കിൻ്റെ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുത്തൻ ഡൗണായി കിടക്കുന്നു. അവൻ്റെ കില്ല് നൈസായിട്ട് അവൻ കുമ്മ വിചാരിച്ച് നൈസായിട്ട് അവനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കില്ല ബാക്കിൽ എടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ലേ, ഇവൻ അടിക്കാൻ നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് വേറൊരു അടി. എന്തപ്പോൾ ഇത് വട്ടത്തിലൊരടിയാണ്. അപ്പോൾ കൈസ് ബാക്കിലുള്ളവനെ ആദ്യം ഡൗൺ ആക്കി. എന്നിട്ട് മറ്റവനാണെങ്കിൽ കണ്ടം പിടിച്ചോടിയില്ലേ. എൻ്റെ മറ്റു സാധനങ്ങളുകൊണ്ട് അവന് ഓടാൻ പറ്റുന്നില്ല. അത് കയറി വന്നപ്പോൾ 1 ടഫ് കൊടുത്ത്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ മറ്റേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്ന സാധനമില്ലേ, അത് കിട്ടിയിലാണ് കൈസ്. നമുക്ക് ഇൻവീസിനൊക്കെ കാണിച്ചിരും കോഡർ ആവശ്യമില്ല, മനസ്സിലായി. അപ്പോൾ ലോങ്ങിലൊരുത്തനെ കണ്ട് അവനെ ഒന്ന് നോക്കാതെ വിചാരിച്ച് കുത്തി പിടിച്ചാൽ എന്നും കൂടി നോക്കിയിട്ടുണ്ട്. നോക്കല്ല, അവൻ്റെ ടീം തന്നെ വൈപ്പ് ചെയ്ത് കൊടുത്ത്. എന്തോ ചെയ്യാനാ പറ. നമ്മൾ തൊട്ടടുത്ത് തന്നെ വേറെ ഇനിമിയുണ്ട് കേട്ടോ. അവനെയും കൂടി നമ്മൾ നൈസായിട്ട് നോക്കാക്കി അവൻ്റെ കില്ലങ്ങ് ഫിനിഷ് ചെയ്യാം. വേറെ ഇനിമിയുണ്ട്. ടീം അങ്ങ് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഈ ഒരു കളി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും ബോട്ടാണ് അടുത്ത കളി വരാമെന്ന്. അടുത്ത കളി കിഡിലൻ പ്ലേയേഴ്സാണ് ഗൈസ്. ഒരുത്തന്നെ നോക്കാക്കി കില്ല് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ അടിച്ചതാണ്. വേറൊരു രോഗം കൂടിയും കിട്ടി. പിന്നെ ആ രണ്ട് കില്ലും വെറുതെ കിട്ടിയിരിക്കുന്നു ഗൈസ്.
ഓക്കെ നമ്മളെന്തായാലും ഇവിടെ തന്നെ കണ്ടിട്ടുണ്ടാകുന്ന അവനെയും കൂടി നോക്കാക്കി. ഓക്കെ ഇങ്ങോട്ട് പോകണോ? ഇവിടെ ആരും ഇല്ലല്ലോ, ഇതിനെ പോലും കാണാമല്ലോ. പിന്നെ നമ്മളെ മറ്റേ സാധനമല്ലേ പുതിയ വന്ന സാധനം, അത് ചെയ്യാൻ രണ്ടെണ്ണത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനെയും കൂടി ആ ഒരു എണ്ണത്തിനെയും കൂടി അടിച്ചിട്ടതിന് ശേഷം ടീം അങ്ങ് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിലൊരു കില്ലുണ്ടായിരുന്നു, അതും കൂടി ഫിനിഷ് ആക്കിയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നു ഫാക്ടറിയിലിട്ട്. ഫാക്ടറി വന്നപ്പോൾ ഇവിടെ ഒരുത്തനെ കണ്ടു, അവൻ്റെ പിന്നാലെ ഞാൻ ഓടുന്നുണ്ട്. കാരണം അവൻ ഇടയിൽ കൂടെ ഓടുന്നതുകൊണ്ടൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. അവന് നേരെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നൊരു വൺ ടാപ്പ് അങ്ങ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവൻ ചുണ്ണിയും വെട്ടി ഓടി അവൻ. ഗൈസ് അങ്ങനെ എന്തായാലും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിതാ പോച്ചനോക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പോച്ചനോക്കിൻ്റെ അവിടെ വന്നപ്പോൾ ഒരുത്തൻ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മോട്ടിട്ട് അടിക്കുക വിചാരിച്ചാണ്, നല്ല ഡാം കിട്ടി. നല്ല ഡാം പറഞ്ഞാൽ നല്ല അടി കിട്ടി എനിക്ക്. ബോട്ട് അടിച്ചിട്ട് അടിക്കാൻ നോക്കിയാണ്. പിന്നെ രണ്ടരത്തിന് കിടിലും വൺ ടാപ്പ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് രണ്ടും വെറുതെ ഇടാക്കിയത് വെറുതെ ഇട്ട് കളിക്കുന്നത് ഗൈസ്. ഓക്കെ ആ വീടിൻ്റെ അവിടെ എനിമി ഞാൻ സ്പോട്ട് ചെയ്തേക്കുന്നത്. എന്തായാലും ഇവിടെ ഒരുത്തുണ്ടാകുന്ന അവന്മാർ കൊന്നുണ്ട്. അവന്മാർ ടീം പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ടാളും ബോട്ട്സ് അല്ല കളിക്കുന്ന കളിക്കുന്നുണ്ട്. രണ്ടാളും ഒപ്പം നടന്ന്. പിന്നെ ഇവിടെ ഒരുത്തൻ വന്നപ്പോൾ നമ്മളെ മറ്റേ എബിലിറ്റിയിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വൺ ടാപ്പ് അടിച്ചത്. രണ്ടുപേരും നൈസായിട്ട് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തോനെ നമുക്ക് നീടെറിഞ്ഞ് കൊല്ലാൻ വെച്ചാൽ അതിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ഞാൻ നീടെറിഞ്ഞ് കൊല്ലാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നീട് നമ്മളെടുത്ത് ഹുക്ക് ചെയ്താണ്ട് എറിയാണ്. എന്തുണ്ടാവും എന്തായാലും ലാസ്റ്റ് നമ്മൾ ചാവാതിരുന്നായി ഗൈസ്. എന്തായാലും അവരെയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നൈസായിട്ട് പേടിച്ചു ഗൈസ്. പിന്നെ അടുത്ത വീഡിയോ എന്തായാലും ഇപ്പോൾ ഒരു നാളെ തന്നെ ഇറങ്ങുന്നുണ്ടാവും. എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്ത് പറയുക ഗൈസ്. പിന്നെ ചലഞ്ചെല്ലാം ഉണ്ട്, അറിയെങ്കിൽ പറഞ്ഞാൽ ആദ്യം ആ ചലഞ്ചൊക്കെ ചെയ്യാം. ഇതിനിടയിൽ കൂടെ ഒക്കെ തന്നെ ഗൈസ്. ബായ്. ഇനി സബ് ചെയ്യാത്തിട്ട് സബ് ചെയ്ത് പറയണിക്കേ.